വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 19-ാം തീയതി 11-ാം മാസം നവംബർ മാസം 2025 രാവിലെ 7:52 ആയിട്ടുണ്ട്. ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻ, നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഡയറക്ഷൻ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ട്രെൻഡ് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഈ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ കാണും രണ്ട് കാര്യത്തിൽ. ഒന്ന്, പ്രീമിയം പെട്ടെന്ന് മെൽട്ടായി പോവോ എന്നുള്ള ഒരു ഫിയർ കാണും. രണ്ട്, പെട്ടെന്ന് റിവേഴ്സലായാലോ, എവിടെയെങ്കിലും റിവേഴ്സലായി പോയി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലാവും. ഈ രണ്ട് കാര്യം ആലോചിച്ചിട്ട് ഓപ്ഷൻ ബയർ പെട്ടെന്ന് ബുക്ക് ചെയ്യും. എന്നിട്ട് എന്താവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെട്ടെന്ന് ബുക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പ്രീമിയം നല്ല മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം ഒരു 30 പോയിൻ്റ് 40 പോയിൻ്റൊക്കെ പ്രോഫിറ്റ്, അതായത് മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. നമ്മുടെ പ്രീമിയം ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം മുകളിലോട്ട് പോകുന്നതാണ്. അത് പുട്ട് ബയർ ആണെങ്കിൽ കാൾ ബയർ ആണെങ്കിലും മുകളിലോട്ട് പോകുന്നതാണ്. എന്നിട്ട് നമ്മളത് വേവലാതിപ്പെടും, കുറച്ച് ഹോൾഡ് ചെയ്യാമായിരുന്നല്ലോ, ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് നല്ലൊരു പ്രോഫിറ്റ് വരുമായിരുന്നല്ലോ. ഈ ഫിയറൊക്കെ നമുക്ക് അതിനുശേഷം ഇമോഷനായി വീണ്ടും ഒരു എൻട്രി എടുക്കും. ആ എൻട്രി റിവേഴ്സലായി കഴിഞ്ഞാൽ അതിൽ ഇന്നലെ നടന്നതുപോലെ എന്നുള്ളൊരു കാര്യം നടന്നു. അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞൂടാ, അത് പറയാം. എന്നിട്ട് ലാസ്റ്റ് എന്താവും വെച്ചാൽ അത് പ്രോഫിറ്റിലായി ലോസ് ആവും. ആ ലോസ് കോമ്പൻസേറ്റ് ആയി വീണ്ടും എൻട്രി ആവും. അങ്ങനെ ഓവർ ട്രേഡ് ആവും. എൻഡ് ഓഫ് ദ ഡേ ഡാർക്ക് റെഡിൽ വന്ന് നിൽക്കും. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇമോഷൻ, ഈ ഫിയർ, ഇതൊക്കെ മാറ്റിയെടുക്കണം. അതിന് സൊല്യൂഷൻ വേണം. അപ്പോൾ അതിനെന്താ അറിയേണ്ടത്? ഒരു ഡയറക്ഷൻ. ആ ഡയറക്ഷൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ പോയിൻ്റ് വരുന്നത് വരയ്ക്കും ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ യൂസ് ചെയ്യുക. പോയിൻ്റ് ഓഫ് കൺട്രോൾ വളരെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ്. ഒരു യൂട്യൂബുകാരും ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, പോയിൻ്റ് ഓഫ് കൺട്രോളിനെ കുറിച്ച്. എവിടെയെങ്കിലും ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയുന്നതിൽ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് ചാർട്ട് ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ലെവലും പ്രീമിയം ഏതാണെന്നുള്ളത് ഇട്ടിരുന്നു. അത് 160 ഇന്നലെ ഇട്ടിരുന്നത്. 160 ഏത് സ്ട്രൈക്കാണ് ഇന്നലെ ഇമ്പാക്റ്റ് ആയത്? 25,900 എന്ന് പറയുന്ന സ്ട്രൈക്കാണ് ഇന്നലെ ഇമ്പാക്റ്റ് ആയത്. ഡയറക്ഷൻ ക്ലിയറായി. 25,900 സി 160 മുകളിൽ ട്രേഡ് ചെയ്യുകയും, അപ്പോൾ സി 160 മുകളിൽ നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡയറക്ഷൻ ക്ലിയറാണ്, മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇത് ഈ 160 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് 25,900 സിഇക്ക് സപ്പോർട്ടായിട്ടും 25,900 പിഇക്ക് ഈ ലെവൽ 160 എന്ന് പറയുന്ന ലെവൽ റെസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്യും. ഡയറക്ഷൻ ക്ലിയറാണ്, മുകളിലോട്ട് പോകുന്നുണ്ട്. എങ്കിൽ എത്ര പോയിൻ്റ് ഒരു ദിവസം നിഫ്റ്റി യാത്ര ചെയ്യും? ഇതടുത്തത്. ഈ രണ്ട് കാര്യം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പേടി കാണൂല, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ റെഗുലറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ചില ആൾക്കാരിൽ അദ്ദേഹം ഇന്നലെ ബുക്ക് ചെയ്തു. 160 കയറി 175 ബുക്ക് ചെയ്തു. എന്നിട്ട് ആ സി എത്രയാണ് പോയത്? 263 രൂപ വരയ്ക്കും പോയി. ആൾമോസ്റ്റ് 100 പോയിൻ്റ് അല്ലേ? 160 കയറി, എക്സാക്റ്റായിട്ട് 160 അദ്ദേഹം കയറി. അദ്ദേഹം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇമോഷനും ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നോക്കിയപ്പോഴേ 260 ഹൈ വെച്ചു, 63, ഏകദേശം 100 പോയിൻ്റോളം യാത്ര ചെയ്തു. ആ പ്രീമിയം ഒരു ലോട്ട് ആണ് അദ്ദേഹം വാങ്ങിച്ചത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 160 രൂപ, 260, 100 പോയിൻ്റ് ആകുമ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് പുള്ളി ഉണ്ടാക്കുമായിരുന്നു. അതിനകത്ത് ഈ പേടി ഈ 160 തിരിച്ച് വന്നു കേട്ടോ. 200 രൂപ പോയിട്ട് 160 എന്നുള്ളത് 200 പോയിട്ട് അത് റിവേഴ്സലായി. അവിടെ നിന്ന് റിവേഴ്സലായി. ഇത് ഈ പോയിൻ്റ് ഉണ്ടോ? ഈ പോയിൻ്റ് ഇതണ്ടേ, ഈ 26,000 എന്ന് പറയുന്ന ഈ പോയിൻറ്റിൻ്റെ അവിടെ കണ്ടോ? ഇതുകൊണ്ടോ? ഈ 10:45 ഈ ക്യാൻഡലിന് ശേഷം തിരിച്ച് 2 റെഡ് ക്യാൻഡിൽ താഴെ വന്നത് കണ്ടോ? സോ ഇത് റിവേഴ്സലായി. പേടി വരണമല്ലോ.
പക്ഷേ എവിടെയാണ് സപ്പോർട്ട് എടുത്തത് വീണ്ടും പോയി നോക്കുക, അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇത് ഇന്നത്തെ ചാർട്ടാണ്. സോ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു രാവിലെ നമുക്കൊരു 9:30 ആകുമ്പോഴത്തേക്കും ഡയറക്ഷൻ മനസ്സിലാവും. ആ ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, നല്ല നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇന്നത്തെ ലെവൽസാണ്. ഇതിനകത്ത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് കാര്യം, മൾട്ടി ഡേ ഹൈയിൽ അടുത്താണ് ക്ലോസിങ് ഇന്നലെ നിഫ്റ്റി ഫ്യൂച്ചർ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മൾട്ടി ഡേ ഹൈ. ഫോർ എക്സാമ്പിൾ ഈ ദിവസം മുതൽ 12 നവംബർ മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ഡേ ഹൈൻ്റെ മുകളിലാണ് ഒന്ന് ക്ലോസിങ് തന്നേക്കണേ. ഇത് വലിയൊരു ബ്രേക്ക് ഔട്ട് ആകാം. 25, 26, 100 മുകളിൽ നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ആയാൽ 26,215 നമുക്ക് ഒരു ലെവൽ മുകളിലോട്ട് നോക്കാവുന്നതാണ്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 145 രൂപയാണ്. നോക്കിക്കോളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.